എന്റെ ചങ്ങാണെന്റെ യേശു ചങ്കിലെ ചോര തിന്ന് എന്നെ സ്നേഹിച്ചവൻ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തവൻ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കൂരിരുളേ ദൈവമായി കൂടെയുണ്ടേ, ആകുല വേളകളിൽ എന്നും ആശ്വാസമായവൻ താൻ. കൂരിരുളേ എന്നും ദൈവമായി കൂടെയുണ്ടേ, ആകുല വേളകളിൽ എന്നും ആശ്വാസമായവൻ താൻ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോടു ചേർത്തിടുമേ. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോടു ചേർത്തിടുമേ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ ഞാൻ നന്മകളെന്നും എന്നും. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നും എന്നും. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ഒന്നുമില്ലേ നാഥ കാഴ്ചയായി നൽകിടുവാൻ, തന്നിടുന്നു എന്റെ ജീവിതം. ഒന്നുമില്ലേ നാഥ കാഴ്ചയായി നൽകിടുവാൻ, തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഓഹോ ഓഹോ ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണെന്റെ യേശു.
എവിടെയാണീശ്വരന്റെ സുന്ദരാലനം? വിണ്ണിലൊക്കെ ഞാൻ തേടിക്കണ്ടില്ല. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടിക്കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോടിയോടി, കാനനച്ചോല കുടുങ്ങിയാടി. കാണില്ല കാണില്ലെന്നോടിയോടി, കിളികൾ പറന്നു പറന്നു പോയി. കാണില്ല കാണില്ലെന്നോടിയോടി, കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ വാസം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ
വാതിൽ തുറന്നിടുന്നു സ്നേഹനാദാകൃത്തിൻ സർക്കാരിയിൽ നീ വന്നു വാഴണമേ. പൂസ്തിയായി ഇന്നു നീ ഉള്ളിൽ അണയും നേരം എന്തു ഞാൻ നന്ദിയാൽ നൽകിടേണം ദൈവമേ. നിന്നിലും നലിഞ്ഞിടുവാൻ നിന്നിലൊന്നായി തീരുവാൻ കൊതിയുണ്ടെനിക്കുണ്ട് ആത്മനാഥനെ. ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഇടറുമിൻ വഴികളിൽ കാവലായി നിൽക്കണേ. അഭയമേകി എന്നെ നീ അരുമയായി കാക്കണേ. സ്നേഹമായി അണയണമേ ഉള്ളിൽ നീ നിറയണമേ. ഇടയ സ്നേഹമേ കനിവിൻ ദീപമേ. ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. അൽപനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാദാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാദാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. മധ്യാകാശത്തിങ്കിൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കിൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കിൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും.
മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. കുഞ്ഞാടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാ. അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. കുഞ്ഞാടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാ. അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെയില്ലല്ലോ. ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ ഭൂവിലില്ലല്ലോ. ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെയില്ലല്ലോ. ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ ഭൂവിലില്ലല്ലോ. സ്വന്തമാം ജീവനെ തന്നു വീണ്ടവൻ തിരുരക്തം ചൊരിഞ്ഞു രക്ഷയേകിയോ. സ്വന്തമാം ജീവനെ തന്നു വീണ്ടവൻ തിരുരക്തം ചൊരിഞ്ഞു രക്ഷയേകിയോ. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ
ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടെടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയെ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമേ സ്തുതിക്കുക. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ തൻ മുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത
രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പം ഈ 2025 ആണ്ട് കർത്താവേ, ഈ മാർച്ച് മാസം 3-ാമത്തെ ശനിയാഴ്ച കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ പാദപീഠത്തിലായിരിക്കാൻ തന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, അപ്പം നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേൽ ഇരിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം നാഥ, നീ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്വർഗം ചായച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ദൂതന്മാരുമായി അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വന്നതിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവേ. നിന്റെ ക്രൂശ് ഉയർന്നു നിൽക്കണമേ കർത്താവേ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കൂടിയിരിക്കണമേ കർത്താവേ. നിന്റെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ സ്തോത്രം എന്ന സ്വർഗീയ ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിപ്പിക്കുന്ന വചനം, കഴുകുന്ന വചനം, വീണ്ടെടുക്കുന്ന വചനം അപ്പാ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി തീ പോലെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കുറവുകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ, ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ്. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവദൂതന്മാർ, ദൈവ തേജസ്സിൻ്റെ പ്രതിഫലനം എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി, അന്ത്യകാലത്ത് ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അന്ത്യകാലത്ത് ദൈവദൂതന്മാരുടെ ശക്തി,
അതുപോലെ ദൈവദൂതന്മാരുടെ ശക്തി അവരുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള താഴ്മയിൽ നിന്നും ബഹുമാനത്തിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു. ഇന്ന് നാം ദൂതന്മാരും മനുഷ്യജീവികളും എന്നുള്ള വിഷയമാണ് എന്ന് ചിന്തിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. ദൂതന്മാരും മനുഷ്യജീവികളും. ദൂതന്മാരും മനുഷ്യജീവികളും ഇതിലധികം വ്യത്യാസം വേറെയുണ്ടോ? രണ്ട് തരം ജീവികൾ, അവർക്ക് തമ്മിൽ ധ്രുവാന്തരം. മനുഷ്യജീവികളായ നാം മർത്യരാണ്, മരണമുദ്ര വഹിക്കുന്നവരാണ്. അതേ, മനുഷ്യജീവികളായ നാം വെറും മർത്യരാണ്, മരണത്തിന്റെ മുദ്ര വഹിക്കുന്നവരാണ് നാം. എന്നാൽ ദൂതന്മാർ അമർത്യരാണ്. മനുഷ്യജീവികളായ നാം മാംസരക്തങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവരും ഭൗമ ശരീരമുള്ളവരുമാണ്. മനുഷ്യജീവികളായ നാം മാംസരക്തങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവരും ഭൗമ ശരീരമുള്ളവരുമാണ്. എന്നാൽ ദൂതന്മാർ സ്വർഗീയ ജീവികളാണ്. അവർ ആത്മാക്കളാണ്, മാംസരക്തങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവികളായ നാം മാനുഷിക വികാരങ്ങൾക്ക് വിധേയരാണ്. എന്നാൽ ദൂതന്മാരിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. സ്വർഗീയ വസ്തുവിനാൽ നിർമ്മിതമായ സ്വർഗീയ ശരീരമാണ് ദൂതന്മാർക്കുള്ളത്. അവർക്ക് സ്ഥലകാല പരിമിതിയില്ല. അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെ അവർക്ക് കടക്കുവാൻ കഴിയും. പുനരുത്ഥാനത്തിന് ശേഷം യേശു ഭക്ഷണം കഴിച്ചതുപോലെ ദൂതന്മാർക്കും തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ കഴിയും. എന്നാൽ മനുഷ്യനെ പോലെ ദൂതന്മാർക്ക് വളർച്ചയോ തളർച്ചയോ ഇല്ല. അതേ, നമ്മൾക്കാണ് വളർച്ചയും തളർച്ചയുമെല്ലാം. ദൂതന്മാരുടെ വാസസ്ഥലം സ്വർഗവും മനുഷ്യരുടേത് ഭൂമിയുമാണ്. ദൂതന്മാർ വിശുദ്ധരും പാപരഹിതരുമാണ്, നാം പാപപൂർണരുമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രധാനമായും ദൂതന്മാരും മനുഷ്യജീവികളും തമ്മിലുള്ള വ്യത്യാസം. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ? ഒന്ന്, നാം കണ്ടു, മനുഷ്യജീവികളായി നാം മർത്യരാണ്, മരണമുദ്ര വഹിക്കുന്നവരാണ്. ദൂതന്മാർ അമർത്യരാണ് എന്ന് നാം കണ്ടു. മനുഷ്യജീവികളായി നാം മാംസരക്തങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ഭൗമ ശരീരമുള്ളവരുമാണ്. എന്നാൽ ദൂതന്മാർ സ്വർഗീയ ജീവികളാണ്. അവർ ആത്മാക്കളാണ്, മാംസരക്തങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. സ്വർഗീയ ശരീരങ്ങളുള്ളവരാണ് ദൂതന്മാർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീ പുരുഷ വ്യത്യാസം ദൂതന്മാരിലില്ല. മനുഷ്യരായ നാം, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവികളായ നാം മാനുഷിക വികാരങ്ങൾക്ക് വിധേയരാണ്. സ്വർഗീയ വസ്തുവിനാൽ നിർമ്മിതമാണ്, സ്വർഗീയ ശരീരമാണ് ദൂതന്മാർക്കുള്ളത്. അവർക്ക് സ്ഥലകാല പരിമിതികളില്ല. അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെയും സ്വർഗീയ ശരീരങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കുവാൻ കഴിയും. കൂടാതെ പുനരുത്ഥാന ശേഷം യേശു ഭക്ഷണം കഴിച്ചതുപോലെ ദൂതന്മാർക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ കഴിയും. മനുഷ്യരെപ്പോലെ ദൂതന്മാർക്ക് വളർച്ചയോ തളർച്ചയോ ഇല്ല. ദൂതന്മാരുടെ വാസസ്ഥലം സ്വർഗവും മനുഷ്യരുടേത് ഭൂമിയുമാണ്. ദൂതന്മാർ വിശുദ്ധരാണ്, പാപരഹിതരുമാണ്. എന്നാൽ നാം പാപപൂർണരുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം, ദൂതന്മാരും ഈ മനുഷ്യരായ നാമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന്. പ്രിയപ്പെട്ടവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22, 23, 24 വാക്യവും വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ അങ്കണത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ നാം കടന്നു വന്നിരിക്കുന്നത് എവിടെയാണെന്നാണ് എബ്രായർ കർത്താവ് പറയുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും
ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന്. സിയോൻ പർവ്വതത്തിന് അരികിലെത്തിയിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തം. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം പ്രിയപ്പെട്ടവരെ. ബട്ട് യു ഹാവ് കം ടു മൗണ്ട് സിയോൻ, to the heavenly Jerusalem, the city of the living God. You have come to thousands upon thousands of angels in joyful assembly, to the church of the firstborn whose names are written in heaven. You have come to God, the judge of all men, to the spirits of righteous men made perfect, to Jesus the mediator of a new covenant, and to the sprinkled blood that speaks a better word than the blood of Abel. അതേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തത്തിന് സമീപത്തേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഈ ദൂതന്മാരുടെ നിലവാരത്തിലേക്ക് മനുഷ്യരായി നമ്മെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാനിട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു എന്ന്. അതെ, യേശുവിനെ സാധുക്യർ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു എന്ന് യേശു സാധുക്യരോട് മറുപടി പറയുന്നതായിട്ട് നാം കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ചോദിക്കുകയാണ്, ഒരു പുരുഷന് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, അവൾ മക്കളില്ലാതെ ആ പുരുഷൻ മരിച്ചുപോയി. എന്നാൽ അവൻ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 7 സഹോദരന്മാർക്കും ഇവൾ ഭാര്യയായി തീരുകയാണ്. അവർ ചോദിക്കുകയാണ്, ഇവരിൽ ആ പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായി തീരുമെന്ന് ചോദിക്കുന്നതിന് മറുപടിയായിട്ട് കർത്താവ് പറയുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ നാം ആകുവാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പുനരുത്ഥാനത്തിൽ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുക. All the resurrection people will neither marry nor be given in marriage. They will be like the angels in heaven. അതെ, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ നാം ആവുന്നു എന്ന്. ഉയരത്തിലെ തന്റെ രാജ്യത്തിൽ എത്ര അത്ഭുതകരമായ സന്തോഷമാണ് നമുക്ക് വേണ്ടി യേശു ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ മനോഹര രൂപികളായ ദൂതന്മാരെ നോക്കിക്കൊണ്ടിരുന്നാൽ നാം ഒരിക്കലും തളർന്നു പോകുകയില്ല. അതെ, നാം തളർന്നു പോകുകയില്ല പ്രിയപ്പെട്ടവരെ. ഈ മനോഹര രൂപികളായ ദൂതന്മാരെ നോക്കിക്കൊണ്ടിരുന്നാൽ നാം തളർന്നു പോകുകയില്ല. ദൈവമഹത്വം ഓരോ ദൂതനും വെളിപ്പെടുത്തുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെയും ദൈവം വിളിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതേ, ക്രിസ്തുവിലായെങ്കിൽ, ഒരു പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ നമുക്കും ദൂതന്മാരെ പോലെ ദൈവസന്നിധിയിൽ കടന്ന് എത്തിച്ചേരുവാൻ നമുക്കും കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിന്റെ ഉള്ളിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Therefore, if anyone is in Christ,
He is a new creation. The old has gone, the new has come. അതെ, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അടുത്തായി നമുക്ക് 2 പത്രോസ് 1 അധ്യായം 3-4 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എന്താണ് നാം അവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ? തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന്. എന്താണ് നാം വായിച്ചു കേട്ടത്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതേ മകനെ, മകളെ, നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം അവൻ തൻ്റെ പരിജ്ഞാനത്താൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് നാം കണ്ടു. നാം വെറും മനുഷ്യരാണെന്ന്, പാപ സ്വഭാവം, പാപത്തിന്റെ മുദ്രയുള്ള, മരണത്തിന്റെ മുദ്രയുള്ളവരാണ് നാം എന്ന് നാം കണ്ടു പ്രിയപ്പെട്ടവരെ. എന്നാൽ തൻ്റെ ദൂതന്മാരെ പോലെ ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൺ us everything we need for life and godliness through our knowledge of him who called us by his own glory and goodness. Through these he has given us his very great and precious promises, so that through them you may participate in the divine nature and escape the corruption in the world caused by evil desires. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഇത് എഴുതുന്നത്. ആ വിലയേറിയ വിശ്വാസം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വിശ്വാസം എപ്രകാരമുണ്ട്? വിലയേറിയ വിശ്വാസം നിങ്ങളിലേക്ക് പകരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? തൻ്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന്. അതേ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ ദൂതന്മാരെ പോലെ ആക്കുവാനാണ് പ്രിയപ്പെട്ടവരെ. നാം എവിടെ നിന്ന് കടന്നു ചെന്നാൽ ദൈവദൂതന്മാരെ പോലെയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് സ്വർഗീയ ശരീരങ്ങൾ തരുവാൻ, രൂപാന്തരപ്പെട്ട ശരീരം തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സ്വർഗീയ ശരീരം പ്രാപിക്കണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉള്ളിലാവുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മെ, അവന്റെ ഹൃദയം തുറന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മകനെ, മകളെ, നിന്നെ അവന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ആക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കയറി ചെല്ലാം പ്രിയപ്പെട്ടവരെ. നോഹയുടെ പെട്ടകത്തിനുള്ളിലേക്ക് നോഹ മനുഷ്യരെ കയറ്റുന്നതിന് വേണ്ടി വർഷങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ പുള്ളിപ്പുലിയും കരടിയും സിംഹവും എല്ലാം കയറി പ്രിയപ്പെട്ടവരെ ആ പെട്ടകത്തിനുള്ളിൽ. എന്നാൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രം ആ പെട്ടകത്തിനുള്ളിൽ കയറിയതായിട്ട് നാം കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇന്നും ക്രിസ്തു തൻ്റെ ഹൃദയവാതിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ ഓരോരുത്തരെയും അവന്റെ ഹൃദയത്തിനുള്ളിലേക്ക് സ്വീകരിപ്പാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ ഉള്ളിലായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുകയുള്ളൂ. പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ ദൂതന്മാരുടെ ആ നിലവാരത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്താണ് നാം വായിച്ചത്? ദൈവാനുരൂപമായി തീർന്നതിനാൽ സ്വർഗത്തിൽ മനുഷ്യർ ദൈവത്തിന്റെ രൂപത്തെ പ്രതിബിംബിക്കുമെന്ന്. അതേ, സ്വർഗത്തിൽ മനുഷ്യർ ദൈവത്തിന്റെ രൂപത്തെ പ്രതിബിംബിക്കുന്നവരായി തീരുമെന്ന്. ദൂതന്മാരും ദൈവത്തിന്റെ രൂപത്തെ പ്രതിബിംബിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ദൂതന്മാരും മനുഷ്യരും സഹോദരന്മാരായി തീരുമെന്നാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. ദൂതന്മാരും നമ്മളും തമ്മിൽ, മനുഷ്യരായ നമ്മളും സഹോദരന്മാരായി തീരുമെന്ന്. വ്യത്യസ്ത രീതികളിലാണെങ്കിലും സ്വർഗത്തിൽ മനുഷ്യരും ദൂതന്മാരും കുഞ്ഞാടിനെ ആരാധിക്കുന്നു എന്ന്. അതെ, കുഞ്ഞാടിനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത രീതികളിലാണെങ്കിലും സ്വർഗത്തിൽ മനുഷ്യരും ദൂതന്മാരും കുഞ്ഞാടിനെ ആരാധിക്കുന്നു.
തങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടായ യേശുവിനെ നിറഞ്ഞു കവിയുന്ന ഹൃദയങ്ങളിൽ നിന്നുള്ള നന്ദിയാലാണ് അവർ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത രീതികളിലാണെങ്കിലും സ്വർഗത്തിൽ മനുഷ്യരും ദൂതന്മാരും ആ കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുകയാണ്. തങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടായ യേശുവിനെ നിറഞ്ഞു കവിയുന്ന ഹൃദയങ്ങളിൽ നിന്നുള്ള നന്ദിയാലാണ് മനുഷ്യർ ആരാധിക്കുന്നത്. ദൂതന്മാരും കർത്താവിനെ ആരാധിക്കുന്നു. അതോടൊപ്പം നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഒരു ജനത്തെ കാണുവാൻ നമുക്ക് കഴിയും. നാം പാടാറുണ്ട്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ എന്നുള്ള ഗാനം. നമുക്ക് ചേർന്ന് പാടാം. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കുരിശു ചുമന്നിട്ടോ കയ്പു കുടിച്ചിട്ടോ നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കുരിശു ചുമന്നിട്ടോ കയ്പു കുടിച്ചിട്ടോ നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ഒറ്റുകൊടുത്തിട്ടും ഒറ്റപ്പെട്ടിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. ഒറ്റുകൊടുത്തിട്ടും ഒറ്റപ്പെട്ടിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. നിന്ദനമേറ്റിട്ടും നെഞ്ചു പിളർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. നിന്ദനമേറ്റിട്ടും നെഞ്ചു പിളർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു.
കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. അതെ പ്രിയപ്പെട്ടവരെ, കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ ദൂതന്മാരും മനുഷ്യരായ നമ്മളും ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാം. അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, രോധ എന്ന ബാല്യക്കാരത്തി അപ്പോസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ദൂതന്മാർ അവനെ വിടുവിച്ച് ശിഷ്യന്മാരുടെ അരികിലേക്ക് ദൂതൻ അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വാതിക്കൽ വന്ന് മുട്ടുകേട്ട് ഈ രോധ എന്ന പെൺകുട്ടി ആ വാതിൽ തുറന്നു ചെല്ലുമ്പോൾ പത്രോസിനെ കാണുകയാണ്. അവൾ വാതിൽ തുറക്കാതെ ഓടി ശിഷ്യന്മാരുടെ അരികിൽ ചെന്ന് പറഞ്ഞു, ഇതാ പത്രോസ് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, നമ്മെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് നമ്മെപ്പോലെ തന്നെ ഇരിക്കുന്ന ദൂതന്മാർ എന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. നമ്മുടെ കാവൽ ദൂതൻ എങ്ങനെയുള്ളവരാണ് പ്രിയപ്പെട്ടവരെ? നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന ദൂതന്മാർ എന്ന്. You are out of your mind, they told her. When she kept insisting that it was so, they said it must be his angel എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഒരു ദൂതൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. ദൂതന്മാർ മനുഷ്യരുടെ ക്ഷേമത്തിൽ വളരെ തൽപരരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഭൂമിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഒരു ദൂതൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ. അടുത്തതായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചു കേട്ടത്? ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ വായിച്ചു കേട്ടത്? ദൂതന്മാർക്കും മനുഷ്യർക്കും ഒരു കൂത്തുകാഴ്ചയായിരിക്കുന്നു എന്ന്. അതായത് ദൂതന്മാർക്കും മനുഷ്യർക്കും ഒരുപോലെ നാം കാണുവാൻ തക്കവണ്ണം നമ്മോട് ചേർന്നിരിക്കുന്ന ദൂതന്മാരെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. For it seems to me that God has put us apostles on display at the end of the procession, like men condemned to die in the arena. We have been made a spectacle to the whole universe, the angel as well as to men. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ തോൽവിക്ക് ശേഷവും നമ്മെ തന്നെ താഴ്ത്തി തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തോടുകൂടെ മാനസാന്തരത്തിലേക്ക് തിരിയുമ്പോൾ നാം പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൂതന്മാരെയും വിശിഷ്യ നമ്മുടെ കാവൽ ദൂതനെയും സന്തോഷിപ്പിക്കുവാൻ കഴിയുമെന്നാണ് പ്രിയപ്പെട്ടവരെ നാം കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ തോൽവിക്ക് ശേഷവും നാം നമ്മെ തന്നെ താഴ്ത്തി തകർന്നു നുറുങ്ങിയതുമുള്ള ഹൃദയത്തോടുകൂടെ മാനസാന്തരത്തിലേക്ക് തിരിയുമ്പോൾ നാം പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സന്തോഷിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ദൂതന്മാരെയും വിശിഷ്യ നമ്മുടെ കാവൽ ദൂതനെയും സന്തോഷിപ്പിക്കുവാൻ കഴിയുമെന്ന്. ദൈവിക മർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ വളരെ താല്പര്യമെടുക്കുന്നവരാണ് ദൂതന്മാർ. യുഗങ്ങളായി ഈ മർമ്മം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതാണ് എന്ന് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ദൈവികമായ മർമ്മം ക്രിസ്തുവിന്റെ ശരീരത്തിൽ വളരെ താല്പര്യമെടുക്കുന്നവരാണ് ഈ ദൈവത്തിന്റെ ദൂതന്മാർ. യുഗങ്ങളായി ഈ മർമ്മം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതാണ് എന്ന്. അടുത്തായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യമുണ്ടായിരിക്കണമെന്ന്. എന്താണ് നാം വായിച്ചു കേട്ടത്? പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യമുണ്ടായിരിക്കണമെന്ന്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ സ്ത്രീകൾ വരുമ്പോൾ അവർ തലമേൽ മുണ്ടിട്ടുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്.
ദൂതന്മാർ നിമിത്തമാണ് സ്ത്രീകൾക്ക് തലമേൽ മുണ്ടിടേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ കാരണം അധികാരത്തിന്റെ അടയാളമാണ് അധീനത ലക്ഷ്യം എന്ന് പറയുന്നത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്ന്. For this reason and because of the angels, the woman ought to have a sign of authority on her head എന്ന്. അതെ, സ്ത്രീകൾക്ക് അധികാരത്തിൻ്റെതായ ചില അടയാളങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ ദൂതന്മാർ എത്രയധികം താല്പര്യം എടുക്കുന്നുണ്ടോ, ദൂതന്മാർ നിമിത്തം സ്ത്രീകൾ തലയിൽ മൂടുപടമിടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ നിമിത്തം സ്ത്രീകൾ തലയിൽ മൂടുപടമിടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന്. ദൂതന്മാർ നമ്മെ കാണുന്നവരാണ് എന്ന വസ്തുതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ ബോധവാനായിരുന്നു. ദൂതന്മാർ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അപ്പോസ്തലനായ പൗലോസിനെ മുന്നോട്ട് നയിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. And now you will be silent and not able to speak until the day this happens, because you did not believe my words which will come true at their proper time എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഇവിടെ ദൂതന്മാർ ചെറിയൊരു ശിക്ഷ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് അറിയാം എന്തെല്ലാം ശിക്ഷകളാണ് ഇവിടെ നൽകുന്നതെന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെയും, യഹൂദിയ രാജാവായ ഹേരോദാവിന്റെ കാലത്ത് അബ്യാക്കൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. 20 ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. 20 വയസ്സ് ചെന്നവരുമായിരുന്നു. സെഖര്യാ പുരോഹിതന്റെ ഭാര്യ അഹറോന്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. 20 ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. എന്നാൽ എലിസബത്ത് മച്ചിയായിരുന്നു എന്നാണ്, അതായത് മക്കളില്ലായിരുന്നു എന്ന്. 20 വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ നിയമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ സെഖര്യാവിന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നദ്ധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടുകൂടെ നടക്കും. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതെ, ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ പറഞ്ഞ വാക്ക് നീ വിശ്വസിക്കായിക കൊണ്ട്, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ജനം സെഖര്യാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി.
ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷ നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവന് സഖറിയാവിനോട് ദൂത് പറയുന്നതായിട്ടാണ് നാം വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതേ, നമ്മുടെ പ്രേക്ഷകരായ ദൂതന്മാർ നമ്മുടെ മേൽ വിധി കൽപ്പിക്കുന്നു. യോഹന്നാന്റെ ജനനം അറിയിച്ചപ്പോൾ സഖറിയാവിനോട് ചെയ്തതുപോലെ ദൂതന്മാർ ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൂതന്മാർ മനുഷ്യരുടെ മേലും രാജ്യങ്ങളുടെ മേലും ന്യായവിധി നടത്തുന്നു. നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ദൂതന്മാർക്ക് വിധി പ്രസ്താവിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഈ ദൂതന്മാർ. നമ്മുടെ ഏത് കാര്യത്തിനും, നിസ്സാരമായ കാര്യത്തിനും ദൂതന്മാർ നമ്മോടൊപ്പം കൂടെ ഉണ്ടാകും. നന്മയായാലും തിന്മയായാലും നിമിഷാനുനിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പിലും വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിലും സാത്താൻ്റെ മുമ്പിലും അവൻ്റെ പിശാചുക്കളുടെ മുമ്പിലും തുറന്ന പുസ്തകമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പിലും വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിലും സാത്താൻ്റെ മുമ്പിലും അവൻ്റെ പിശാചുക്കളുടെ മുമ്പിലും തുറന്ന പുസ്തകമാണ് എന്ന് പ്രിയപ്പെട്ടവരെ. ഒന്നുകിൽ നാം പിശാചുക്കളെ സന്തോഷിപ്പിക്കുകയും ദൂതന്മാരെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ നാം വിശുദ്ധ ദൂതന്മാരെ സന്തോഷിപ്പിക്കുകയും പിശാചുക്കളെ നിലവിളിപ്പിക്കുകയും ചെയ്യുന്നു. വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിനും അവൻ്റെ ദൂതന്മാർക്കും ഞാൻ സന്തോഷമായി തീരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഈ ദൂതന്മാരാണോ സന്തോഷിക്കുന്നത്, അതെയോ സാത്താനും അവൻ്റെ ദൂതന്മാർ പിശാചുക്കളുമാണോ സന്തോഷിക്കുന്നതെന്ന് നമ്മിൽ തന്നെ തിരിഞ്ഞു നോക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാവൽ ദൂതൻ നമ്മെ നശിപ്പിക്കുവാൻ സാത്താൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പിശാചിനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നശിപ്പിക്കാതിരിപ്പാൻ നമ്മുടെ കാവൽ ദൂതൻ നമുക്ക് വേണ്ടി നിരന്തരം പിശാചിനോട് എതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അശുദ്ധാത്മാവ് പിശാച് നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമല്ല, എന്നാൽ വിശുദ്ധ ദൂതന് അവരെ കാണുവാൻ കഴിയും. അശുദ്ധാത്മാവിനെയും പിശാചുക്കളെയും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല, എന്നാൽ ഈ ദൂതന്മാർ അവരെ കാണുകയും അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്ത സാത്താന്യ ശക്തികൾക്കും മഹാസർപ്പത്തിനും എതിരായി കർത്താവായ ദൈവം പരോക്ഷമായി യുദ്ധം നടത്തുന്നത് മീഖായേൽ എന്ന ദൂതൻ മുഖാന്തരമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സാത്താന്യ ശക്തികൾക്കും മഹാസർപ്പത്തിനും എതിരായി കർത്താവായ ദൈവം പരോക്ഷമായി യുദ്ധം നടത്തുന്നത് മീഖായേൽ മുഖാന്തരമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാപികളായ നമ്മിൽ സാത്താൻ്റെ വിഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാത്താൻ നമ്മൾ വിഷം പകർന്നിരിക്കുന്നു. സാത്താൻ്റെ വിഷം നമ്മളിലുണ്ട്. വീണുപോയ അവസ്ഥയിൽ സാത്താനും പിശാചുക്കൾക്കും എതിരെ ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, കാരണം സാത്താൻ നമ്മളിൽ വിഷം നിക്ഷേപിച്ചതുകൊണ്ട് ഈ വീണുപോയ അവസ്ഥയിൽ നമുക്ക് സാത്താനും പിശാചുക്കളും എതിരെ ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ സാത്താൻ ദുഷ്ടനും തന്ത്രശാലിയുമാണ്, എന്നാൽ ദൂതന്മാർ സുതാര്യമായ പ്രകാശമാണ്. പാപം എന്തെന്നവർ അറിഞ്ഞിട്ടില്ല. പാപം എന്തെന്നറിയാത്ത ദൂതന്മാർ സുതാര്യമായ പ്രകാശമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നത്. ഈ ദൂതന്മാർ ദുഷ്ടനും തന്ത്രശാലിയുമായ സാത്താനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മോടുള്ള സ്നേഹം നിമിത്തവും ദൈവകൽപ്പന അനുസരിച്ചും ദൂതന്മാർ ക്രൂരരും നീചരുമായ ഭൂതാത്മാക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതെ, നമ്മോടുള്ള സ്നേഹം നിമിത്തവും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും ദൂതന്മാര് ക്രൂരരും നീചരുമായ ഭൂതാത്മാക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യകാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ തലമുറ നമുക്ക് വേണ്ടി പിശാചുക്കളോട് യുദ്ധം ചെയ്യുന്ന ദൂതന്മാരോടുകൂടെ ജീവിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് ഈ തലമുറ ഈ ദൈവദൂതന്മാരോടുകൂടെ കഴിഞ്ഞില്ല എങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ തലമുറ നമുക്ക് വേണ്ടി പിശാചുക്കളോട് യുദ്ധം ചെയ്യുന്ന ദൂതന്മാരോടുകൂടെ ജീവിക്കണമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിശാചുക്കൾക്കെതിരെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈ സ്വർഗീയ ധീരന്മാർക്ക് നമ്മെ സഹായിക്കുവാനുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ തലമുറയെ മദ്യവും മയക്കുമരുന്നെല്ലാം കാർന്നു തിന്നുന്ന നാളുകളാണ്. പ്രിയപ്പെട്ടവരെ, മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഇന്നത്തെ തലമുറ അതിന്റെ കരാളഹസ്തത്തിൽ അമയ്ക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൂതന്മാർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനുണ്ട്. ആ ദൂതന്മാരെ നമ്മുടെ സഹായത്തിന് സ്വർഗത്തിലെ ദൈവം അയക്കും.
28-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ എന്ന്. എന്താണ് നാം വായിച്ചു കേട്ടത്? അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ എന്ന്. Then Nebuchadnezzar said, Praise be to the God of Shadrach, Meshach and Abednego, who has sent his angel and rescued his servants. They trusted in him and defied the king's commands and were willing to give up their lives rather than serve or worship any god except their own God. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? നമുക്ക് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന് മുമ്പാകെ നിന്നു. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണു നെബൂഖദ്നേസർ രാജാവ് നിർമ്മിച്ച സ്വർണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്നു യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, കാഹളം, കുഴല്, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയെ ഇട്ട് കളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. എന്നാൽ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരായി നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്ന് പറഞ്ഞു. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് ചോദിച്ചു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് പറഞ്ഞു, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിന് ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം ഒഴുത്ത് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി.
ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലട എന്നീ മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാർ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോട് ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നു ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിക്കൽ അടുത്ത് ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, സ്വന്തം ദൂതനെ അയച്ച ദൈവം വിടുവിച്ചിരിക്കുന്നു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്നാണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ച് കേൾക്കുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ കൽപ്പന. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം തന്റെ സ്വന്തം ദൂതനെ അയച്ച് തന്റെ ജനത്തെ വിടുവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പാടാറുണ്ട്, എരിയും തീച്ചുളയെതിരായി എരിഞ്ഞ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എരിയും തീച്ചുളയെതിരായി എരിഞ്ഞ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ പ്രലോഭന മനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ പ്രലോഭന മനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാറാത്തിരച്ചാലെതിരാ പിൻപിൽ വെൺവൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി.
ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും മന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ട. ഗർജിക്കും സിംഹങ്ങൾ, സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം വറ്റിയാലും കകയൻ വരവൂ നിന്നിടിലും. തോട്ടിലെ വെള്ളം വറ്റിയാലും കകയൻ വരവൂ നിന്നിടിലും. സാരഫത്തൊരുക്കിയവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരഫത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. അതേ പ്രിയപ്പെട്ടവരെയും, ദാനിയേലിന്റെയും നെബൂഖദ്നേസർ കൽപ്പിച്ചതുപോലെ സദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവാൻ തക്കവണ്ണം ആ ദൂതന്മാർ ആ അഗ്നിച്ചൂളയിലേക്ക് ഇറങ്ങി വന്നു നാലാമനായി നടന്നു. പ്രിയപ്പെട്ടവരെ, ആ എരിയുന്ന തീച്ചൂളയിലും ആ ദൂതൻ ഇറങ്ങി വന്ന് അവരെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് നാം വായിച്ച് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു എന്ന് പ്രിയപ്പെട്ടവരെ, അതേ ദൈവദൂതൻ സമൂഹദൂതൻ ചുമന്നുകൊണ്ട് നടന്ന
പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ ഈ സന്മുഖദൂതൻ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നുവെന്ന്. അതെ, നമ്മുടെ തലമുറകളെ ചുമന്നുകൊണ്ട് നടന്നവനായ ഒരു ദൈവം നമ്മളെയും ചുമക്കുവാൻ സർവശക്തനാണ് പ്രിയപ്പെട്ടവരെ. നിന്നെ ചുമക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. In all their distress he too was distressed and the angel of his presence saved them എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ദൂതനെ അയച്ച് സമ്മൂഹ ദൂതനെ അയക്കുന്നവനാണ് ദൈവം. ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമകാലങ്ങളിലും പരിശുദ്ധാത്മാവാം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് അവരെ വഴി നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ യുദ്ധവീരന്മാരും നിരീക്ഷകരും നിയമപാലകരും മാത്രമല്ല, അവർ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, അതേ, നാം ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ദൂതന്മാരാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അതേ, ദൈവത്തിന്റെ പ്രധാന ദൂതന്മാരിൽ ഒരാളായ റഫായേൽ ദൂതൻ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നവരാണ്. ആരാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസിംഹാസനത്തിന് മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, റഫായേൽ മഹാദൂതനായ പ്രധാന ദൂതന്മാരിൽ ഒരാളായ റഫായേൽ ദൂതൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യവും 4-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറിയെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള ഈ സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, നാം കാണാറുണ്ട്, വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുമ്പോൾ ധൂപക്കുറ്റിയിൽ ധൂപവർഗമിടും. അപ്പോൾ പുക ഉയരങ്ങളിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെയും, പ്രധാന ദൂതനായ റഫായേൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവായി പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ വലിയ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൂതൻ ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്ന്. Another angel who had a golden censer came and stood at the altar. He was given much incense to offer with the prayers of all the saints on the golden altar before the throne. The smoke of the incense together with the prayers of the saints went up before God from the angels hand. അതേ പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവസിംഹാസനത്തിന്റെ അരികിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൂതന്മാരുടെ സഹായമില്ലാതെ ഇരുന്നുവെങ്കിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യരായ നാം എത്രയോ പ്രാവശ്യം നാശവും ദുരിതവും അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അതേ, ദൂതന്മാരില്ലായിരുന്നുവെങ്കിൽ നാം എത്രമാത്രം നാശവും ദുരിതവും നാം അനുഭവിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൂതന്മാരുടെ സംരക്ഷണ കരുതലിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരുന്ന ഒരാളായിരുന്നു മാർട്ടിൻ ലൂതർ. ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ മാർട്ടിൻ ലൂതർ പ്രകാരം പറയുകയുണ്ടായി, നല്ല ദൂതന്മാർ നമ്മുടെ കാവൽക്കാരും സഹയാത്രക്കാരുമാണ് എന്ന്. അവർ നമ്മുടെ സേവകരാണ്. വിശ്വാസികൾക്ക് യാതൊരു ദോഷവും സംഭവിക്കാതെ അവരെ കാത്തു സൂക്ഷിക്കേണ്ടതിന് ആക്കി വയ്ക്കപ്പെട്ടവരാണെന്ന്. സകല ശക്തിയും അധികാരവുമുള്ള 24 ടർക്കിഷ് സുൽത്താൻമാരെക്കാൾ എന്നോടൊപ്പം ഉള്ളതിനേക്കാൾ, ഒരു 24 ടർക്കിഷ് സുൽത്താൻമാർ എന്നോടൊപ്പം ഉള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ ഒരു ദൈവദൂതൻ എന്നോട് കൂടെ ഉള്ളതാണ് അഭികാമ്യമെന്ന്. 1,00,000 ധീരപടയാളികൾ അവരോടുകൂടെ കണ്ടേക്കാം, പക്ഷെ ഒരു ദൂതന്റെ മുമ്പിൽ അവർ ഒന്നുമല്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദൂതൻ മതി പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം. ആ ദൂതന്മാരെ നമുക്ക് സന്തോഷിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവികളായി നമുക്ക് ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിൽ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന മനോഹരമായ അവസ്ഥയിലേക്ക്
സ്വരൂപത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ മന്മയരായി നമുക്ക് സ്വർഗീയ ശരീരങ്ങൾ തരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ നിത്യപിതാവിൻ്റെ പുത്രനായ യേശു എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? പ്രിയപ്പെട്ടവരെ, മൺമയരായി നമ്മെ സ്വർഗീയരാക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മൺമയരായി നമ്മളെ സ്വർഗീയ പൗരത്വം നൽകുവാൻ വേണ്ടിയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ജാതം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അവൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. തൻ്റെ പുത്രനെ നമുക്ക് തരുവാൻ പിതാവാം ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? പാപികളായ നമ്മെ സ്വർഗത്തിലെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ആ വലിയ വിശ്വാസം ഇന്ന് നിങ്ങളിലേക്ക് പകരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് കണ്ടിരിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കുവാൻ ആ ദൂതന്മാരോടുള്ള ചേർന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കണമെങ്കിൽ നാം വിശ്വസിച്ചേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. അവൻ്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ ഏറ്റെടുക്കുന്ന പങ്കപ്പാടുകൾ, അവൻ ഏറ്റെടുക്കുന്ന പീഡാസഹനങ്ങൾ നമുക്ക് ഈ നാളുകളിൽ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തിൻ്റെ നാളുകൾ നാം ധ്യാനിക്കുന്ന നാളുകളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പീഡയാലും അവൻ്റെ സഹനത്താലും അവൻ്റെ കഷ്ടതയാലും ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിലെത്തുവാൻ കഴിയുന്നത്. കാരണം മൺമയര പാപികളായ നമ്മൾ സ്വർഗീയരായി തീർക്കുവാനാണ് സ്വർഗത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവൻ്റെ പുറമെല്ലാം ഒഴിവ് ചാല് പോലെ അടിയേറ്റത്, അവൻ്റെ കാലുകളിലേക്ക് കാലിരുമ്പാണികൾ കൊണ്ട് അടിയേറ്റത്, അവൻ്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിയത്, അവൻ്റെ ശിരസിന്മേൽ മുൾമുടി വെച്ചത്, അവൻ്റെ രോമകൂപങ്ങളെല്ലാം പിടിതെറിച്ചത്. പ്രിയപ്പെട്ടവരെ, അവനെ അപാരമുള്ള മരക്കുരിശും ഏന്തിക്കൊണ്ട് അവനെ യേശുലേം വീതിയിൽ കൂടി വീണ് എഴുന്നേറ്റ് ആ ചാട്ടവാറ് കൊണ്ടുള്ള അടിയേറ്റ് ക്രൂര പടയാളികളെല്ലാം ആ മടിയേറ്റവനായി അവൻ മന്ദം നടന്നു നീങ്ങുന്ന കാഴ്ച. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് അവൻ നമ്മുടെ സകല പാപങ്ങളും അവൻ്റെ മേലാക്കപ്പെട്ടു. പിതാവാം ദൈവം നമ്മുടെ സകല തിന്മകളും നമ്മുടെ ശാപങ്ങളും നിത്യനരകത്തിൽ വെന്തെറിയേണ്ട തീക്കട്ടകളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അതേ നിത്യനരകാവകാശികളായിരുന്ന നമ്മെ സ്വർഗീയ അവകാശികളാക്കുവാനാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതേ നാം നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ നിത്യനരകാവകാശികൾ മാത്രമാകുന്നു. അതേ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിച്ചാൽ, നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കെല്ലാം അനുസരിച്ച് ന്യായം വിധിച്ചാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം ഓരോരുത്തരും നിത്യനരകത്തിൻ്റെ ഭയാനകമായ തീയിൽ കിടന്ന് വെന്തിരിക തന്നെ ചെയ്യേണ്ടവരാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ അരുമകുമാരൻ നമുക്ക് വേണ്ടി അയച്ചു തന്നു. അവൻ ആ നരകശിക്ഷ മുഴുവൻ അവൻ്റെ മേലായി. പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ പാനീയമായ മരണം അവൻ രുചി നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളെ നിത്യമരണത്തിൽ നിന്ന് അവൻ വിടുവിച്ച് നിത്യസ്വർഗത്തിലേക്ക് കയറ്റി വിടുവാനാണ് അവൻ നരകയാതന ഏറ്റത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ്റെ രക്തത്തിലും അവൻ്റെ ക്രൂശ് മരണത്തിൽ കൂടിയും മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക്, ഈ മനുഷ്യാത്മാക്കൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ദൂതന്മാരുടെ നിലവാരത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ ആ കുഞ്ഞാടിനെ നമുക്ക് നിരന്തരം ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടാവുന്ന നമ്മുടെ യേശുവിനെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രനെ സ്തുതിക്ക് ഞങ്ങൾ കരയറ്റട്ടെ അപ്പ. പിതാവാം ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി കരയറ്റട്ടെ അപ്പ. പുത്രനാം ദൈവമേ, അങ്ങയെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിനുള്ളിലേക്കും മനസ്സിനുള്ളിലേക്കും ഹൃദയത്തിനുള്ളിലേക്കും അവിടെ എഴുന്നള്ളി വരണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും നിന്റെ സിംഹാസനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു തരുന്ന ദൂതന്മാർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ പ്രധാന ദൂതന്മാരെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിന് നന്ദി അപ്പ. ഞങ്ങൾ ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായി സമയം തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, അനേക രോഗികളായി വീടുകളിലായിരിക്കുന്നു അപ്പ. സൗഖ്യമാകുന്ന നിന്റെ ദൂതൻ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ മതിയെന്നോർത്ത് ഇരിക്കുന്നവരുണ്ട്, ആത്മഹത്യ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, അപ്പ നിന്റെ ദൂതന്മാരെ ഈ സമയം റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ അരികിൽ നിൽക്കുന്ന ദൂതനെ കാണുവാനുള്ള കണ്ണുകാഴ്ച അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കടഭാരങ്ങളാൽ വീർപ്പ് മുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ അപ്പ. ജനങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങുന്നല്ലോ അപ്പ. അവിടുത്തെ ദൂതനെ റിലീസ് ചെയ്യണമേ അപ്പ. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ കർത്താവേ. പണത്തിൻ്റെതായ കർത്താവേ ചില ഭാരം മൂലം കർത്താവെ മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കർത്താവെ, കടഭാരങ്ങൾ മൂലം വലയുന്നവരുണ്ട്. കർത്താവെ, അവരുടെ മേൽ നിന്റെ ദൂതനെ അയക്കണമേ. സ്വർഗത്തിൽ നിന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ചില വഴികൾ തുറക്കട്ടെ അപ്പ. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും കർത്താവെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ കർത്താവെ ഒരു സൗഖ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ സൗഖ്യമാക്കുന്ന നിന്റെ ദൂതനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യമാക്കുന്ന ദൂതന്മാർ തലങ്ങും വിലങ്ങും. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാർ ചില ശുശ്രൂഷകൾ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗം ചില ശുശ്രൂഷകൾ ഈ നാളുകളിൽ ചെയ്യുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തെ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവരോട് ചേർന്ന് നമുക്ക് നിൽക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി അവൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും ഒരിക്കൽ കൂടി നാഥൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ ആരാധനയിൽ പങ്കാളികളാവാം പ്രിയപ്പെട്ടവരെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ അതിന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ട് ഓരോ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോരുത്തരുടെ മേലും അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമയോട് നിന്നത് ശുശ്രൂഷ നീ ഏറ്റെടുത്തതിന് നന്ദി അപ്പ. തിരുവചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി കർത്താവേ. നിന്റെ ദൂതന്മാർ ദൈവതേജസ്സിന്റെ പ്രതിഫലനം എന്ന് കാണുവാൻ തക്കോണം ഞങ്ങളെ ഈ നാളുകളിൽ നീ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി അപ്പ. സ്തോത്രം കർത്താവേ. കേൾപ്പിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രപ്പ. ഞങ്ങളെ തൊട്ടതിന് നന്ദി അപ്പ. അടികൾക്കായി ജീവൻ നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്ന് കേട്ട വചനം നമ്മുടെ ജീവിതങ്ങളിൽ 100, 60, 30 മേനിയായി വിളയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം.